അവിശ്വസനീയം. എന്താണ് ഈ നടന്നത്? ആകെ ഭയം തോന്നുന്നു. ഏത് നേരത്താണോ ഇതിൽ കയറാൻ തോന്നിയത്? മിസ്റ്റർ ഹെൻറി, അവിടെ നിൽക്കൂ. നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു. പക്ഷേ എങ്ങനെ? ആ പിശാചിനെ കുരിശുമാല കൊണ്ട് പേടിപ്പിക്കാനാവുമെന്ന് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? ആരാണ് ഈ ഡ്രാക്കുള? എല്ലാത്തിനും നിങ്ങൾ ഉത്തരം പറഞ്ഞേ തീരൂ. എല്ലാം ഞാൻ പറയാം. ആദ്യം എനിക്കിത്തിരി വെള്ളം തരൂ. ഞാൻ ട്രാൻസിൽവാനിയക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ എക്കാലവും ഭയന്നിരുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. കാർപ്പാത്യനിലാണ് ഡ്രാക്കുള പ്രഭുവിൻ്റെ കൊട്ടാരം. പകൽ പോലും ആളുകൾ ആ കോട്ടയിലേക്ക് പോകാൻ ഭയന്നിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കികളുമായുണ്ടായ യുദ്ധത്തിൽ ജനങ്ങളെ നയിച്ച വീരയോദ്ധാവായിരുന്നു ഡ്രാക്കുള. താൻ നേടിയ വിജയത്തിന് പ്രതിഫലമായി അയാൾ ചെകുത്താനുമായി ഒരു സന്ധി ഉണ്ടാക്കിയത്രേ. ഒരിക്കലും മരിക്കാത്ത രക്തരക്ഷസായ അയാൾക്ക് ജീവിക്കാനാവണമെന്ന്. ഒരിക്കൽ അവൻ ലണ്ടനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ വാൻ ഹെൽസിംഗ്, ജൊനാഥൻ ഹാർക്കർ എന്നിവർ ചേർന്ന് അവനെ എന്നേക്കുമായി കോട്ടയിൽ ബന്ധിച്ചു. പക്ഷേ ആ പിശാചിനെ ആരോ തുറന്നു വിട്ടിരിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിക്കാൻ ഊഹിക്കാൻ പോലും ആകില്ല. അവനെക്കുറിച്ച് കൂടുതലായി പറയൂ. ഇതാ വെള്ളം. ഡ്രാക്കുളയ്ക്ക് ജീവിക്കാൻ മനുഷ്യരക്തം വേണം. അതോടെ അവൻ കൂടുതൽ ചെറുപ്പമാകും. അവന് പല കഴിവുകളുമുണ്ട്. 20 പേരുടെ കരുത്തും ഇരുട്ടിൽ കാഴ്ചശക്തിയുമുണ്ട്. എതിരാളികളെ ഒരു നോട്ടം കൊണ്ട് അവൻ നിശ്ചലരാക്കും. മൂടൽമഞ്ഞും കൊടുങ്കാറ്റും സൃഷ്ടിക്കാൻ അവന് കഴിയും. വവ്വാലിൻ്റെയും ചെന്നായയുടെയും രൂപം അവന് സ്വീകരിക്കാനുമാവും. അവയെ അനുസരിപ്പിക്കാനും അവന് കഴിവുണ്ട്. പറയൂ, എന്താണ് നിർത്തിയത്? അത് അവിടെ ആരോ. ഇങ്ങനെ ഭയന്നാലോ? അത് വെറും നിഴലാ. ഡ്രാക്കുളയെ അറിയുന്നവർ സ്വന്തം നിഴലിനെ പോലും ഭയക്കും. താങ്കൾ കഥ തുടരൂ. ഡ്രാക്കുളയുടെ കഴിവുകൾ അപാരമാണ്. നിലാവെളിച്ചത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും ചെറിയ താക്കോൽ പഴുതിലൂടെയും അയാൾക്ക് കിടക്കാം. എത്രയായാലും സൂര്യോദയത്തോടെ എല്ലാ കഴിവുകളും നശിക്കും. മുൻപ് കിടന്നിരുന്ന ഏതെങ്കിലും ശവപ്പെട്ടികളിൽ ഡ്രാക്കുളയ്ക്ക് കിടന്നേ പറ്റൂ. പറയൂ, ഡ്രാക്കുള ഭയക്കുന്നത് എന്തൊക്കെയാണ്? അതാണ് നമുക്കിപ്പോൾ ആവശ്യം. താങ്കൾ കണ്ടതുപോലെ കുരിശ്, വെളുത്തുള്ളി, ഇതൊക്കെ അവനെ ഭയപ്പെടുത്തും. ഇപ്പോൾ മനസ്സിലായി മുമ്പ് ഡ്രാക്കുള എന്നെ വെറുതെ വിട്ടത് എന്തുകൊണ്ടാണെന്ന്. രക്തം കുടിക്കാനാഞ്ഞപ്പോൾ കഴുത്തിലെ കുരിശുമാല അവനെ തടഞ്ഞു. പക്ഷേ കുളിക്കാൻ പോയപ്പോൾ മാല മറന്നതുകൊണ്ടാവാം ജോൺസ് എന്നെ ആക്രമിച്ചത്. മൈ ബോയ്സ്, നമുക്ക് ഈ ഭീകരനെ നേരിട്ടേ മതിയാവും. ആദ്യം കുറച്ച് വെളുത്തുള്ളി സംഘടിപ്പിക്കണം, മാലകളും. പെട്ടെന്ന് ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ ഭാവം മാറി. അയാൾ ചിരിക്കാൻ ആരംഭിച്ചു. മിസ്റ്റർ ക്ലീറ്റസ്, സ്റ്റോപ്പ് ഇറ്റ്. താങ്കൾക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്താണ് ഈ ചിരിയുടെ അർത്ഥം? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്താണിതെല്ലാം? നിങ്ങൾക്കാണ് ഭ്രാന്ത്. ആ ജോൺസ് ചില ഭ്രാന്തുകൾ കാട്ടിയതുകൊണ്ട് നിങ്ങളിങ്ങനെ ഭയന്നാലോ? പഴങ്കഥകൾ പറയാൻ ഈ ഹെൻറിയും. ക്ലീറ്റസ്, നിങ്ങളുടെ ധീരതയെ എനിക്ക് മതിപ്പാണ്. പക്ഷെ നമ്മളിപ്പോൾ നേരിടുന്നത് മനുഷ്യനോടല്ല. അത് ഓർമ്മ വേണം. മിസ്റ്റർ ക്യാപ്റ്റൻ, ഞാനിത് തെളിയിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ. ആ ശവപ്പെട്ടികളെയാണ് നിങ്ങൾ ഭയക്കുന്നത്. ഞാനതെടുത്ത് സമുദ്രത്തിലെറിയും. അതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. നിൽക്കൂ, പ്ലീസ് നിൽക്കൂ. ബൈ ബൈ. ഇത് തന്നെ സ്ഥലം. അതവിടെയുണ്ട്. അവൻ ആ ക്ലീറ്റസ് എങ്ങോട്ടാണ് പോയത്? സംശയിക്കേണ്ട സാർ, താഴെ ചരക്കുകൾ സൂക്ഷിക്കുന്ന അറയിലേക്ക് തന്നെ. നാശം. അവൻ ധീരനാണെന്നറിയാം, പക്ഷെ ഒരു പടുവിഡ്ഢിയാണെന്ന് ഇന്നാണ് മനസ്സിലായത്. വരൂ, നമുക്കവനെ രക്ഷിക്കണം. വേഗമാവട്ടെ. ഏയ്, എന്താണ് എല്ലാവരും നിന്ന് കളഞ്ഞത്? വരൂ. സാർ, അത് ഇപ്പോൾ സമയം രാത്രി 12 ആയിരിക്കുന്നു. ഇവിടെ നടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപകടമാണ്. ശരിയാണ്, നിങ്ങൾക്കവൻ്റെ പിന്നാലെ പോകേണ്ട ബാധ്യതയില്ല. പക്ഷെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അയാളെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ക്യാപ്റ്റൻ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ മറന്നു വച്ച കുരിശുമാലയും ധരിച്ചു കൊണ്ട് പോകൂ. തീർച്ചയായും അതിവിടെയുണ്ട്. ഇനി നിങ്ങളിവിടെ നിൽക്കൂ, ഞാൻ ചെല്ലാം. അപ്പോൾ താഴെ എന്താണ് അവിടെ ഒരു ശബ്ദം? ക്ലീറ്റസിനെ ഭയപ്പെടുത്താൻ ഒരു ചെകുത്താനും കഴിയില്ല. ഇവനായിരുന്നോ? കൊള്ളാം. പുറത്ത് അന്തരീക്ഷമാകെ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഛേ, ഈ പെട്ടികളാണ് അവർ പറഞ്ഞ ഡ്രാക്കുളയുടെ കിടപ്പറ. ഒന്ന് തുറന്നു കളയാം. മണ്ണ് നിറച്ച് ഈ പെട്ടികൾ കടലിലെറിയുന്നതോടെ എല്ലാവരുടെയും ഭയം മാറും. ക്ലീറ്റസ്, മടങ്ങി വരൂ. മുകളിൽ നിന്ന് ക്യാപ്റ്റൻ അലറി. ക്ലീറ്റസ്, വിഡ്ഢിത്തം കാണിക്കരുത്, മടങ്ങി വരൂ. ക്ലീറ്റസ് അത് കാര്യമാക്കിയില്ല. ഇയാളെ കൊണ്ട് ശല്യമായല്ലോ. പെട്ടെന്ന് ശവപ്പെട്ടിയിൽ നിന്ന് പൊങ്ങിയ കൈ ക്ലീറ്റസിൻ്റെ കഴുത്തിൽ പിടിമുറുക്കി. ക്ലീറ്റസ്! ബലിഷ്ഠമായ കൈ ക്ലീറ്റസിനെ പെട്ടിയിലേക്ക് വലിച്ചിട്ടു. ക്ലീറ്റസ്, ക്ലീറ്റസ്, നീ എവിടെയാണ്?
ശവപ്പെട്ടികൾ ഇരിക്കുന്ന മുറിയിലേക്ക് ക്ലീറ്റസിനെ തേടി ക്യാപ്റ്റൻ എത്തി. അതാ പെട്ടി. ഇതാരോ തുറന്നിരിക്കുന്നല്ലോ. ക്ലീറ്റസ് എവിടെ? ക്ലീറ്റസിൻ്റെ ഷൂസ്. അപ്പോൾ ദൈവമേ, ആരോ ക്ലീറ്റസിനെ പിടികൂടി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് മുകളിലെത്തണം. ക്യാപ്റ്റൻ മുകളിലേക്ക് തിരിച്ചോടി. പെട്ടെന്ന് ദൈവമേ രക്ഷിക്കണേ! മുകളിലേക്കുള്ള വാതിൽ തനിയെ അടഞ്ഞു. അയ്യോ! ഭയക്രാന്തനായ ക്യാപ്റ്റൻ അടഞ്ഞ വാതിൽ ആഞ്ഞടിച്ചു. വാതിൽ തുറക്കൂ, വാതിൽ തുറക്കൂ! ആകാംക്ഷയോടെ കാത്തിരുന്ന ജോലിക്കാർ ഭയചകിതനായി നിലവിളിക്കുന്ന ക്യാപ്റ്റൻ്റെ ശബ്ദം കേട്ടു. അത് ക്യാപ്റ്റനാണല്ലോ. ദൈവമേ! ശരം പോലെ വീഴുന്ന മഴത്തുള്ളികളെ വകവയ്ക്കാതെ അവർ മുന്നോട്ട് കുതിച്ചു. വേഗം വരൂ! ക്യാപ്റ്റൻ ഉള്ളിലാണല്ലോ. ദൈവമേ, ഈ വാതിൽ ആരാണ് അടച്ചത്? അവർ ആ വാതിൽ തുറക്കാൻ അങ്ങേയറ്റം ശ്രമിച്ചു. ഇത് തുറക്കാനാവുന്നില്ലല്ലോ. തുറക്കാൻ നോക്കൂ, വേഗം വേഗം! ക്യാപ്റ്റൻ്റെ പരിഭ്രാന്ത ശബ്ദം നിലവറയിൽ തട്ടി പ്രതിധ്വനിച്ചു. ഇത് തുറക്കണമെങ്കിൽ എന്തെങ്കിലും ആയുധം വേണം. എങ്കിൽ വേഗമാകട്ടെ. എന്താണ് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത്? ക്യാപ്റ്റൻ്റെ ഭയം ശരിയായിരുന്നു. പിന്നിൽ ചിലത് നടക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം നിമിഷങ്ങളായിരുന്നു അത്. രക്ഷിക്കണേ! അവനിങ്ങ് എത്തിക്കഴിഞ്ഞു. രക്ഷിക്കൂ! കപ്പൽ ജോലിക്കാർ വലിയൊരു ഇരുമ്പുദണ്ഡുമായി വാതിലിനെ നേരിട്ടു. ആഞ്ഞടിക്കൂ, മറ്റു വഴിയില്ല. ക്യാപ്റ്റൻ, എന്തു പറ്റി? അവൻ അതാ അവിടെ. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. അവനിവിടെ ഉണ്ടായിരുന്നു. എന്നെ ഭയപ്പെടുത്താൻ വരെ അവന് ധൈര്യമുണ്ടായിരിക്കുന്നു. ഇനി അവനെ വിടില്ല ഞാൻ. ഈ പെട്ടികൾ കടലിലെറിയാൻ ഞാൻ ഉത്തരവിടുന്നു. ക്യാപ്റ്റൻ, ദിസ് ഈസ് മൈ ഓർഡർ. ക്ലീറ്റസ് പറഞ്ഞതാണ് ശരി. അവനെ ഭയന്നാൽ നമുക്ക് പിന്നെ മറ്റു വഴിയുണ്ടാവില്ല. ആക്രമിക്കുന്നതാണ് നല്ല രക്ഷാമാർഗം. ജോലിക്കാർ പെട്ടികൾ ഉയർത്താൻ തുടങ്ങി. അരുതേ! ഹെൻറി അപ്പോഴാണ് കാര്യം അറിഞ്ഞെത്തിയത്. ക്യാപ്റ്റൻ, അങ്ങ് ദൈവത്തെ വിചാരിച്ച് ഇപ്പോൾ ഇതിന് തുനിയരുത്. വലിയ അപകടമുണ്ടാക്കും. തെളിച്ചു പറ, എന്തപകടം?